എന്തായാലും കെ വി ഗണേഷ് കുമാറും അതുപോലെ തന്നെ KSRTC മാനേജ്മെന്റും ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോകില്ല. എത്രയും വേഗത്തിൽ തന്നെ ശമ്പളം കൊടുക്കുമെന്ന് ആവർത്തിക്കുമ്പോഴാണ് TDF അടക്കമുള്ള സംഘടനകൾ ആ സമരത്തിലേക്ക് പോകുന്നത്. INTUCയുടെ നേതൃത്വത്തിലുള്ള TDF സമരം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പല ഡിപ്പോയിലും നമ്മൾ കൊല്ലത്തും ഇപ്പോൾ കൊട്ടാരക്കരയിലും ഈ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് വളരെ ഗൗരവമായ ഒരു വിഷയം കൂടി ഉയരുന്നുണ്ട്. ഈ ബസ്സുകൾ സർവീസ് മുടങ്ങാൻ വേണ്ടി ഈ ബസ്സുകളുടെ വയറിങ്ങുകൾ അത് ഇത്തരത്തിൽ വ്യാപകമായി അത് 8ഓളം ബസ്സുകളുടെ വയറിങ്ങുകൾ പൂർണ്ണമായി നശിപ്പിച്ച നിലയിലാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബസ്സുകൾ ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുകയാണ്. കാരണം സമരം ബാധിക്കുന്ന ഒരു സ്വകാര്യ മേഖലയടക്കം സ്വാഭാവികമായും ബാധിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ വയറിങ്ങുകൾ നശിപ്പിച്ചതെന്ന പരാതി കൂടി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ കൂടി ഇപ്പോൾ പ്രതിഷേധം കൊട്ടാരക്കരയിലുണ്ട്. കാരണം രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാർക്ക് 8ഓളം ബസ്സുകൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അത് ഇൻഡസ്ട്രിയറ്റ് ബസ്സുകളടക്കം ഇത്തരത്തിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് ഉയർന്ന പരാതി. രാവിലെ എത്ര ബസ്സുകളിലാണ് ഇത്തരത്തിൽ കണ്ടത്? ഏകദേശം 8ഓളം ബസ്സുകളിലാണ് ഈ സ്റ്റാർട്ടർ കേബിൾ ഉൾപ്പെടെയുള്ളത് അറുത്ത നിലയിലും ചിലത് വലിച്ചുപറിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. അതിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് ഉൾപ്പെടെയുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ കാണപ്പെട്ടത്. രാവിലെ ഇവിടുത്തെ നാഗർകോവിൽ സർവീസ്, അതായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഡെയിലി പോയി വരുന്ന നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സർവീസുകൾ നമുക്ക് ഇതുവരെ അയക്കാൻ സാധിച്ചില്ല. കാരണം